വെൽക്കം. നമുക്ക് തോടയത്തിൻ്റെ സാഹിത്യം നോക്കാം. സാഹിത്യഭാഗം നമ്മൾ ഓൾറെഡി ചൊൽക്കെട്ടുകളൊക്കെ നോക്കി സാഹിത്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഞാൻ ഒന്ന് പറയാം. ഇതൊരു തേവാര ശ്ലോകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചില ടീച്ചേഴ്സൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. ചില ടീച്ചേഴ്സ് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ ലിറിക്സൊക്കെ എന്തൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. തഞ്ചാവൂർ ബാണിയിൽ ട്രഡീഷണൽ രീതിയിൽ പഠിപ്പിച്ച ഗുരുക്കന്മാരാണെങ്കിൽ ഏകദേശം ഇതുപോലെ ആയിരിക്കും. ഇനി പിന്നെ അതർ ബാണികളുള്ളവർ ചിലപ്പോൾ ആ ഒരു ബാണിയുടെ അടവുകളൊക്കെ ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതൊരു തേവാര ശ്ലോകമാണ്. ഒപ്പം അടവിനും അഭിനയത്തിനും ഈക്വൽ പ്രാധാന്യമുണ്ടില്ല. അപ്പം നമ്മളൊരു കുട്ടി അടവ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം നമ്മളെല്ലാവരും സ്റ്റേജിൽ ഒന്ന് നാട്യപ്രവേശം ചെയ്യിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അരങ്ങേറ്റം ചെയ്യിപ്പിക്കാനായിട്ട് വെക്കുമല്ലോ. ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോരോ വീഡിയോ ആയിട്ടിടാം. അപ്പോൾ നാട്ടേരാഗം ആദിതാളം നമുക്ക് അതിൻ്റെ മീനിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ വഴിയെ വീഡിയോ ഇടാം. ശരി.